നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മാർച്ച് മാസം 29 തീയതി 1200 ആണ്ട് മീനമാസം 15 തീയതി ശനിയാഴ്ച. ഇന്ന് ഉത്രട്ടാതി നക്ഷത്രമാണ്. നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. നക്ഷത്രമൊക്കെ നല്ല നക്ഷത്രമാണ്. അതിലെല്ലാം ഉപരി അമാവാസിയാണ്. അമാവാസി എന്ന് പറയുമ്പോൾ ശരിക്ക് ഇരുട്ടാണ്. ചന്ദ്രൻ നീചത്തിൽ നിൽക്കുന്ന ദിവസമാണ് അമാവാസി. അപ്പോൾ എല്ലാ മാസത്തിലും ഉച്ചത്തിലും നീചത്തിലും വരും. അപ്പോൾ ഈ സമയം, ഈ ദിവസം നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ്. ഒന്ന്, അമാവാസിയാണ്, ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് ശനിയാണെന്ന് പറഞ്ഞാൽ തന്നെ ശനി മന്ദനാണ്. എപ്പോഴും മങ്ങിക്കിടക്കുന്നവനാണ് ശനി, പതുക്കെ സഞ്ചരിക്കുന്നവനാണ് ശനി. അപ്പോൾ ശനിയാഴ്ച അതുപോലെ അമാവാസി എല്ലാം കൂടി വന്നിരിക്കുന്ന ദിവസമാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ മോശ ദിവസമാണ്, വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം. കാരണം നെഗറ്റീവ് എനർജി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടി നിൽക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക്, അതായത് മീനമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ഭയക്കണം. കാരണം അമാവാസി ദിവസം, ശനിയാഴ്ച, ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ വളരെ ദോഷഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. എന്തൊക്കെ ദോഷഫലങ്ങൾ വരും? സാമ്പത്തിക നഷ്ടം വരും, ആക്സിഡൻ്റ് ഉണ്ടാവാം, രോഗാദി ദുരിതങ്ങൾ വർദ്ധിക്കും, ബന്ധുജന വിയോഗം ഉണ്ടാവും, അതുപോലെ വളരെ സ്നേഹിച്ച് നിൽക്കുന്നവർ വരെ അകന്നു പോവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ ഇടയുള്ള സമയമായതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ച്, ഒരു ദിവസത്തെ കാര്യം എങ്ങനെയെങ്കിലും നമുക്ക് തള്ളിവീട്ടി കൊണ്ടുപോകാം, ഒരു വർഷം അങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനുള്ള പ്രതിവിധിയായിട്ട് ശനി കവചം, ഒരു വർഷത്തെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ശനി കവചം അണിയണം. ശനീശ്വര യന്ത്രം മൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടണം. ആക്സിഡൻറ്റോ മറ്റൊന്നും വരരുത്, ശനിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവരും വളരെ മോശ ദിവസമാണ് ശനി. അതുപോലെ കർത്തവാവിൻ്റെ ഇരുട്ടുണ്ട്. അതിനൊപ്പം തന്നെ രാഹുവിനെ ശ്രദ്ധിച്ച് വേണം യാത്ര തിരിക്കാൻ. 1.5 മണിക്കൂർ നേരം നാഗൻ ഉണർന്നിരിക്കും. ഈ സമയം നമുക്കൊരു ശുഭകാര്യത്തിനും എടുക്കരുത്. 9 തൊട്ട് 10 രാഹുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയ കണ്ടിട്ട് ആ സമയം നോക്കി യാത്ര തിരിക്കരുത്. കാരണം 9:28 തൊട്ട് 10:59 വരെയാണ് രാഹുകാല സമയം. അതുകൊണ്ട് ഈ സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ. ഇന്ന് പൊതുവെ 2 സമയങ്ങൾ എല്ലാ ദിവസവും കൊള്ളാത്ത സമയമുണ്ട്, ഗുളികനും യമകണ്ഠനും. ഇന്ന് നമുക്ക് ഗുളികകാല സമയം വരുന്നത് 6:27 തൊട്ട് 7:58 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 2 മണി മുതൽ 3:30 വരെയും. ഈ സമയം അല്ലാത്ത ദിവസങ്ങളിലേ കൊള്ളൂല. അപ്പം പിന്നെ ഇന്നത്തെ കാര്യം പറയാനും പോണ്ട. ഇന്ന് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം 12:05 തൊട്ട് 12:53 വരെ ഉണ്ട്. ഇടയ്ക്ക് 4 മിനിറ്റേ കൊള്ളാതെ ഉള്ളൂ. പക്ഷേ എങ്കിലും നമുക്കിന്ന് ഈ കർത്തവാവും ശനിയാഴ്ചയും എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന സമയം, ശരിക്കും പറഞ്ഞാൽ ഒരു ശുഭകാര്യവും ചെയ്യാതിരിക്കുന്നത് നല്ലത്. ആ കാര്യത്തിലേക്ക് ഇരുട്ട് വ്യാപിക്കും. ഇരുട്ട് വ്യാപിക്കുമ്പോൾ നാളെ ആയാലും ആ ഇരുട്ട് അവിടെ കിടക്കുകയാണ്. നമ്മൾ ആ ഇരുട്ടത്ത് തന്നെ സഞ്ചരിക്കേണ്ടി വരും, കാര്യങ്ങൾ സ്മൂത്ത് ആവില്ല. അതുപോലെ ഇന്ന് ശരിക്കും പ്രാർത്ഥിക്കണം എല്ലാവരും. അതിനൊപ്പം തന്നെ നമ്മൾ യാത്രയൊക്കെ തിരിക്കുന്ന സമയത്ത്, രാവിലെ യാത്രയൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. കറുപ്പോ നീലയോ വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മളെ ദോഷം കുറയും. അപ്പോൾ ഇരുട്ട് മാറും. അതേപോലെ തന്നെ എല്ലാ പേർക്കും ഈ അമാവാസിയുടെയോ ശനീശ്വരൻ്റെയോ ദോഷം ബാധിക്കാതിരിക്കാൻ വേണ്ടി പ്രപഞ്ചനാഥനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.